ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ പോകുന്നത് ചിക്കൻ വാങ്ങിക്കാനാട്ടോ. ചിക്കൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു മാവ് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഞാൻ എന്തൊക്കെ ഈ പറയുന്നതല്ലേ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഏകദേശം ആൾക്കാർക്ക് എന്തായാലും കത്തിയിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ ഇന്നൊരു ഷവർമ്മ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഷവർമ്മക്ക് ഒരു കഥയുണ്ട്. ഈ ഷവർമ്മ പണ്ട് നമ്മൾ വീട്ടിലിങ്ങനെ വാങ്ങിക്കില്ലായിരുന്നു കേട്ടോ. അതിലാരൊക്കെയോ ഷവർമ്മ കഴിച്ച് മരിച്ചെന്ന് പറഞ്ഞ് എന്തോ ഒരു വാർത്ത കേട്ടതിന് ശേഷം ഷവർമ്മ വാങ്ങിക്കൽ നിർത്തിയതാണ് കേട്ടോ. അന്ന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു കേട്ടോ, ഇത് വീട്ടിലുണ്ടാക്കണമെന്ന്. അപ്പം ഇന്നാട്ടോ അത് സാധിച്ചത്. ഷവർമ്മ ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ലടോ, ഭയങ്കര സിമ്പിളാട്ടോ. കുബൂസിനായിട്ടുള്ള മാവില്ല കേട്ടോ. നമുക്ക് കുറച്ച് മൈദ മാവും കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. സാധാരണ ചിക്കൻ പൊരിക്കണമെങ്കിൽ തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ എടുത്ത് നല്ലോണം പൊരിച്ചെടുത്തതിന് ശേഷം 2 കോഴിമുട്ട, അത് മയോണീസിനാട്ടോ. മയോണീസ് ഇല്ലാത്ത ജീവിതം നമുക്കില്ലല്ലോ മക്കളെ. അപ്പോൾ ഇതാ 2 മുട്ടയിലോട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും വെളുത്തുള്ളി ഇട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം തന്നെ മയോണീസ് ആവേ. അപ്പോൾ ഇതാ ചിക്കനും തട്ടിക്കൊടുത്ത് കുറച്ച് വെജിറ്റബിളും ഇട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പൊന്ന് സാറേ, മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ശരിക്കും ഷവർമ്മ കടയിൽ പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഞാൻ സത്യത്തോട് പറയുന്നത്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഷവർമ്മ കടയിൽ നിന്ന് വാങ്ങിക്കാനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. കാരണം ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് മക്കളെ. അപ്പോൾ അത്രയുള്ളൂ.